ട്രെൻഡെന്ന് പറഞ്ഞാൽ വിദേശത്ത് പഠിപ്പിക്കാൻ വിടില്ല. പാശ്ചാത്യ സംസ്കാരങ്ങൾ നമ്മൾ സ്വീകരിക്കും, ഡ്രസ്സിലായാലും ആഹാര രീതിയിലായാലും. ചോദിച്ചിട്ടുണ്ട്, മോനെ അല്ലെ മോളെ, നിങ്ങൾ അവിടെ പോയി എന്താണ് ജോലി ചെയ്യുന്നത്? മറ്റുള്ളവർ നോക്കുന്ന രീതി വേറെയാണ്. ആ ഒരു സംസ്കാരവും മാറണം. ഞാൻ പറയുന്നത് ശരിയല്ലേ? എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാ ഇന്ന് രാവിലെ എന്നെ സന ബേബിയെ ഇങ്ങനെ ഡ്രസ്സ് ചെയ്യിച്ചൊക്കെ ഇറക്കുമ്പോൾ അവൾക്ക് അറിയാൻ പുറത്ത് പോകാനാണെന്നുള്ളത് കേട്ടോ. അപ്പം അതിൻ്റെ ആ ഒരു ഭയങ്കര സന്തോഷത്തിലും എക്സൈറ്റ്മെൻറ്റിലും ഒക്കെ ഇരിക്കുകയാണ് ആള്. അപ്പോൾ ഇതാ ഓടിക്കളിക്കുകയാണ്, നിൽക്കുകയല്ല ചെയ്യണത്, അങ്ങ് ഒറ്റൊരു ഓട്ടമാണ്. എന്നിട്ട് വെളിയിലേക്ക് ഇറങ്ങി കഴിയുമ്പോഴേക്ക് എന്നതാ കളിപ്പിക്കുന്നതാണ് കേട്ടോ. കാറിൻ്റെ അവിടെ ഇങ്ങനെ ഒളിച്ച് നിൽക്കും കേട്ടോ. അപ്പം ഞാൻ ഇതിലേ വരുമ്പോഴേക്ക് അവള് ഞാൻ കാണുന്നില്ല എന്നുള്ള രീതിയിൽ ഇത് അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുകയാണ് കേട്ടാ. ഇങ്ങനെയാണ് അവളുടെ ഒരു കാര്യം. നമ്മൾക്ക് എപ്പോഴും പേടിയാണ് കേട്ടാ. ഞാൻ എപ്പോഴും ഫാബിയോളുടെ അടുത്ത് പറയും, നീ ശ്രദ്ധിച്ചേക്കണം, കാരണം വണ്ടി എടുക്കുന്നവർ ചിലപ്പോൾ കണ്ടെന്നിരിക്കത്തില്ല. ഇവളിങ്ങനെ, അതുകൊണ്ടാണ് ഇവർ ഇറങ്ങുന്നതിൻ്റെ പുറകെ ഞാനിങ്ങനെ ഇറങ്ങി വന്നത്. അപ്പോൾ ഇവളിങ്ങനെ ഈ കാറിന് ചുറ്റും ഇങ്ങനെ കിടന്ന് ഓടും കേട്ടാ. അപ്പം ഇപ്പോഴെന്ന് പറഞ്ഞാൽ കൂടുതലും നമ്മൾ ഫ്രണ്ട് ഡോർ അങ്ങ് അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ പോകുമ്പോഴേക്ക് അവൾക്ക് ഇതെല്ലാം വേണം. കൂളിംഗ് ഗ്ലാസ് വേണം, അതുപോലെ ക്യാപ്പ് വേണം, എല്ലാ സംഭവം ഒക്കെ സെറ്റാക്കിയൊക്കെ ആള് പുറത്തേക്ക് ഇറങ്ങത്തുള്ളൂ. ഇവിടെ ഇരിക്കാൻ ആരാ പറഞ്ഞേ? സീറ്റ് ബെൽറ്റ് ഇട്ടോ? സീറ്റ് ബെൽറ്റ് ഇട്ടോ? ടാറ്റാ ടാറ്റാ ടാറ്റാ. അങ്ങനെ വീണ്ടും മറ്റൊരു വീക്കെൻഡ് എത്തിയിരിക്കുകയാണ്. മൺഡേ ടു ഫ്രൈഡേ ശരിക്കും പറഞ്ഞാൽ ഇവരോട് സ്പെൻഡ് ചെയ്യാനായിട്ട് അധികം ടൈം കിട്ടാറില്ല. വളരെ കുറച്ച് സമയമാണ് എനിക്ക് കിട്ടുന്നത്. രാവിലെ 11:30 ആകുമ്പോൾ വണ്ടി വരും, അപ്പോൾ അതിൻ്റേതായ തിരക്കുകളുണ്ട്. പിന്നെ ഞാൻ പോയിട്ട് വരുമ്പോൾ രാത്രിയാവും. അപ്പോഴത്തേക്ക് സന ചിലപ്പോൾ ഉറങ്ങിയിട്ടുണ്ടാവും. ഇപ്പോൾ ഈ ആ ഒരു ഓഫീസിൽ പോണ ദിവസം തന്നെ ഡെയിലി സന എന്ന് പറയും, പപ്പ ടാറ്റ എന്ന് പറയും. ഇത് ടാറ്റ പറയുന്നതല്ല, ഞാൻ സനേനെ കൂട്ടി ടാറ്റ പോകണമെന്നുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് ഓഫായതുകൊണ്ട് ഞാൻ ഫാബിയടുത്തേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പള്ളിയിൽ നിന്ന് വരുമ്പോൾ റെഡിയായി നിൽക്കണമെന്നുള്ളത്. അപ്പോൾ റെഡിയായി നിന്ന് നമ്മളിപ്പോൾ നേരെ മ്യൂസിയത്തിലേക്കാണ് വന്നത്. മ്യൂസിയത്തിൽ വരാനുള്ള റീസൺ സാധനം ഉമ്മയുടെ ഒരു സ്വഭാവം എന്ന് വേണമെങ്കിൽ പറയാം. ഈ ചെടികൾ, പൂക്കൾ, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ നടന്ന് ഇതൊക്കെ കണ്ട് ആസ്വദിക്കണം ആൾക്ക്. സാധാരണ ദിവസങ്ങളിൽ വാപ്പാടെ കൂടെയാണ് സന നടക്കാനായിട്ട് ഇറങ്ങുന്നത്. അപ്പോഴാണ് സന രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പം ഞാൻ കൂട്ടിക്കൊണ്ട് മ്യൂസിയത്തിൽ വന്ന് നമ്മളിവിടെ നിന്നാണ് സനയ്ക്ക് ഫുഡും കൂടെ കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സന കണ്ടില്ലേ, സനയുടെ ഇഷ്ടത്തിനങ്ങ് നടക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ കൊച്ചു പിള്ളേരുണ്ട്, അവർ പോയിക്കൊണ്ടിരിക്കും. ബാക്കി നടക്കുന്ന ആൾക്കാരെ കാണും, അവരെയൊക്കെ കൈ കാണിക്കും. പിന്നെ അതിനുശേഷം ഈ പൂക്കളും ചെടികളും, ഞാൻ നേരത്തെ പറഞ്ഞില്ല വീക്ക്നെസ്, അവിടെ പോയി ഓരോന്ന് ഇതൊക്കെ കണ്ടിട്ട് നമ്മളെയും വിളിച്ച് കാണിക്കും. പപ്പ അതാ ഇങ്ങനെ മണപ്പിക്കുന്ന പോലെ കാണിക്കും. അതിൻ്റെ അടുത്ത് പൂവെന്നാണ്. അപ്പം ഇന്നിപ്പോൾ തറയുന്നൊരു പൂ കിട്ടി. അതായിട്ടാണ് ഇന്ന് ആളുടെ നടപ്പ്. കണ്ട എല്ലാവരെയും ഈ പോകുന്നവരൊക്കെ നോക്കി ചിരിച്ച് കൈയൊക്കെ കാണിക്കും കേട്ടോ. ആള് ഭയങ്കര സോഷ്യലാണെന്നാണ് തോന്നുന്നത് സ്വഭാവം. അപ്പം ഇതാണ് നമ്മുടെ സനയുടെ ഒരു രാവിലത്തെ ഇഷ്ട ഹോബി എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഇപ്പം ഒരു ഹൈപ്പർ ആക്റ്റീവ് സ്റ്റേജിലായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര എനർജിയാണ് ഓരോ കാര്യത്തിന്. അപ്പം എൻ്റെ ഒരു ഉദ്ദേശം ഇവിടെ വെച്ച് നടത്തി തളർത്തി അപ്പോൾ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങുമല്ലോ. അപ്പം ഇതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് നമ്മുടെ ചാർജ് ഏകദേശം തീർന്നു. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫാബിയും കൂട്ടി നമുക്കൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ഇവിടെ അടുത്ത് തുടങ്ങി അവിടെ പോയി കഴിക്കാമെന്ന് വെച്ച് നമ്മളിവിടെ വന്നിരിക്കുകയാണ്. വേറെ വെറൈറ്റി സാധനങ്ങളൊന്നുമില്ല, നമ്മൾ സ്റ്റാൻഡേർഡായിട്ട്. എനിക്ക് സാമ്പാർ വട ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അത് പറഞ്ഞു. ഫാബിക്ക് സാധാരണ ഒരു വടയും പിന്നെ നമ്മുടെ റെഗുലർ നെയ് റോസ്റ്റും മസാല ദോശയും. ഇതായിരുന്നു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ അറിയാലോ, ഇത് കഴിക്കുകയാണെങ്കിൽ മസ്റ്റായിട്ട് ഒരു അടിപൊളി ഫിൽട്ടർ കോഫി നമുക്ക് കിട്ടിയാൽ കംപ്ലീറ്റ് ആവും. അപ്പോൾ അതും കൂടെ ഓർഡർ ചെയ്ത് അതും എത്തി. അപ്പോൾ ഇങ്ങനെ ഇത് കുറേ നാൾക്ക് ശേഷമാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു ഫിൽട്ടർ കോഫി കിട്ടുന്നത്. നമുക്ക് എന്ത് ഡവളയോ അങ്ങനെ എന്നല്ലേ പറയുന്നത്. അപ്പോൾ ഇതിൽ ഇങ്ങനെ അടിച്ചിങ്ങനെ കുടിക്കണം. ഒരു അടിപൊളി ടേസ്റ്റാണ്. സനമോള് രാവിലെ എഴുന്നേറ്റിട്ട് ഫ്രഷ് ആയിട്ടായിരിക്കും താഴേക്ക് വരുന്നത്. പിന്നെ നിസാർക്കായും വിളിച്ചുകൊണ്ട് ഒന്ന് നടക്കാനായിട്ട് പോകും. അത് കഴിഞ്ഞ് അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഓരോ ദിവസവും ഓരോ ആക്ടിവിറ്റീസ് ആയിരിക്കും അവൾ ചെയ്യുന്നത് കേട്ടോ. ഇന്നിപ്പോൾ കുക്കിംഗ് ആക്ടിവിറ്റിയാണ്. കട്ടിംഗ് ബോർഡൊക്കെ എടുത്ത് ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്യുന്നതാണ്. അവൾ തന്നെ സ്വയം കൊണ്ടുവരുന്നതാണ് കേട്ടോ. അപ്പം അവൾക്ക് കാര്യങ്ങളൊന്നും അധികം അറിയത്തില്ലെങ്കിലും ഇപ്പം ഈ കളിയിലൂടെയാണ് ഇതുപോലെ കളറ്, ഷേപ്പ്,
എല്ലാം മനസ്സിലാക്കുന്നത്. കാരണം ഇപ്പോൾ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ടൈമാണ്. അപ്പം നമ്മളും കൂടെ നിന്ന് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്കും അത് ഭയങ്കര ഒരു സന്തോഷമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അതെ കണ്ടോ, അവള് തന്നെ ഓരോന്ന് എടുത്ത് അറേഞ്ച് ചെയ്ത് നോക്കിക്കേ. സനമോൾ ഇങ്ങനെ ഇരുന്ന് കളിക്കുന്ന കാണുമ്പോഴാണ് സലുവേ പഴയ കാലഘട്ടം ഓർമ്മ വരുന്നത് കേട്ടോ. അന്നൊക്കെ ഓരോ സ്ഥലത്ത് ട്യൂഷൻ കൊണ്ട് വിട്ടും എന്തോ ഒരു സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് അല്ലേ പഠിക്കുന്ന ഒരു സമയത്ത്. ഇപ്പൊ ട്രെൻഡൊക്കെ മാറി. ഇപ്പൊ എനിക്കൊന്ന് കോവിഡ് ആണല്ലോ മെയിൻ റോള് കളിച്ചത്. ഓൺലൈനിൽ ഓരോന്നും ചെയ്യാൻ പറ്റുന്ന അതിന്റെ സാധ്യതകളൊക്കെ എല്ലാവരും മനസ്സിലാക്കി. ശരി തന്നെയാണ്. എനിക്ക് നമ്മളതിന് ഇതിനു മുമ്പ് നമ്മള് 2 പ്രാവശ്യം പ്രസന്റ് ചെയ്ത ഒരു കാര്യമാണ് ക്യൂല എന്ന ഒരു പ്ലാറ്റ്ഫോം. അത് മെയിനായിട്ട് ടാർഗറ്റ് ചെയ്യുന്ന ഈ 9ാം ക്ലാസ് 10ാം ക്ലാസ് കാര്യം. എപ്പോഴാണ് എല്ലാവർക്കും വീട്ടിൽ ആ ഒരു പ്രഷർ ഉള്ളത്, പഠിച്ചതെല്ലാം മാർക്ക് വാങ്ങണമെന്നുള്ളത്. അപ്പൊ അത് കുറെ പേര് നമുക്ക് അതിന്റെ ഫീഡ്ബാക്ക് തന്നിട്ടുണ്ട്. അവർക്ക് വളരെ ഉപകാരപ്പെട്ടു. കാര്യം ഭയങ്കര സ്ട്രക്ചേർഡ് ആണ്. കാര്യം ഈ പലർക്കും ഇപ്പൊ ഈ കോവിഡ് വന്ന ശേഷം ഈ ഓൺലൈൻ ക്ലാസ് എന്ന് പറയുന്നത് വീഡിയോ കോൺഫറൻസ് പോലെയാണ്. ഇത് ആ ഒരു സീരിയസ്നെസ്സേ ഉള്ളൂ. ചുമ്മാ ഒരു എന്താ പറയാ അങ്ങോട്ടും ഇങ്ങോട്ട് മുഖത്ത് നോക്കി സംസാരിക്കുന്നു. പക്ഷെ ഇവര് പറയുമ്പോ ഇവര് അതിന്റെ ഒരു പ്ലാറ്റ്ഫോം ഇത് അതിൽ തന്നെ ഇന്ററാക്ട് ചെയ്തത് ആ ക്ലാസ് അവര് കോൺഫറൻസ് ഉള്ളപ്പോൾ തന്നെ അവർക്ക് ഇന്ററാക്ട് ചെയ്ത് ചെയ്യാനുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ആക്ടിവിറ്റി ഓറിയന്റഡ് ക്ലാസ്സുകളും ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ. പഠനത്തിൽ കുട്ടികളുടെ താല്പര്യം വർദ്ധിപ്പിക്കുവാൻ ടാസ്കുകളിലൂടെയും ഗെയിമുകളിലൂടെയുള്ള ക്ലാസ്സുകളും CBSE ബോർഡ് എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാനും മാത്തമാറ്റിക്സിനും ലാംഗ്വേജസിനും നല്ലൊരു ഫൗണ്ടേഷൻ കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കാനുള്ള സ്പെഷ്യൽ ക്ലാസ്സുകളും പിന്നെ UAE സ്റ്റുഡൻസിനായി സ്പെഷ്യൽ അറബിക് ക്ലാസ്സുകളും രക്ഷിതാക്കൾക്ക് കുട്ടികളുടെ പ്രോഗ്രസ് ട്രാക്ക് ചെയ്യാനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ AI സാധ്യതകളും ബോധവൽക്കരണത്തോടനുബന്ധിച്ചുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പും പിന്നെ ഫ്രീ ട്യൂഷൻ കണ്ടന്റ് കിട്ടുന്ന മറ്റൊരു വാട്സപ്പ് ഗ്രൂപ്പും ഇവർക്കുണ്ട്. ഇപ്പം താല്പര്യമുള്ളവർക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് പിൻഡ് കമൻ്റ് ആയിട്ട് കൊടുത്തേക്കാം. അവർ സനമോളയും കൊണ്ട് മ്യൂസിയത്തിൽ കറക്കാനൊക്കെ പോയിട്ട് ഫുഡ് കഴിക്കാൻ പോകണമെന്ന് പറഞ്ഞു. അപ്പം ഇൻസാർക്ക് പറഞ്ഞു ഇപ്പം നമ്മൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ, ബാ നമുക്കും പുറത്തേക്ക് പോകാമെന്ന്. അപ്പോൾ അവരിതിനിടയിൽ വിളിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ പറഞ്ഞില്ല ഞങ്ങൾ വേറെ പോണ്, കാരണം നമുക്ക് വേറെ 1-2 കാര്യങ്ങളൂടെ ഉണ്ട്. അപ്പോൾ പിന്നെ അങ്ങനെ പുറത്തിറങ്ങിയാണ്. രാവിലെ ഇങ്ങനെ പുറത്തേക്കൊക്കെ ഇറങ്ങാൻ നല്ല രസമാണ് അല്ലേ. പ്രത്യേകിച്ച് മഴയൊന്നും ഇല്ലല്ലോ, നല്ല ഒരു കാലാവസ്ഥയാണ്. ഇപ്പം മഴ തീർന്നതിൻ്റെ തൊട്ട് പിറ്റേ ദിവസം മുതൽ വെയിലുമുണ്ട്, അത്യാവശ്യം നല്ല ചൂടുമാണ്. ഇനി നമ്മളുടെ ഇവിടെ മാത്രമാണോ ഇങ്ങനെ, അതേ ഇനി എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെയാണോ എന്നുള്ളതൊന്നും അറിയത്തില്ല. ഇപ്പം പിന്നെ തീരെ മഴയൊന്നുമില്ല, അത്യാവശ്യം ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ചൂടാണ്, പകലിന് നീളം കൂടുതലാണ് അല്ലേ. ഇങ്ങനെ വീക്കെൻഡിലൊക്കെ അല്ലേ പുറത്തൊക്കെ പോകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് സാധാരണ നമ്മൾ വളരെ ചുരുക്കല്ലേ ബ്രേക്ക്ഫാസ്റ്റ് വെളിയിൽ പോയി കഴിച്ചിട്ടുള്ളൂ. വെളിയിൽ പോയി കഴിക്കാന്ന് പറയുമ്പോഴും നമ്മള് ഇറച്ചിയും മീനും അങ്ങനൊന്നും അല്ല കേട്ടാ. നമ്മളെന്നും കഴിക്കാത്ത ഏതെങ്കിലും കഴിക്കണം എന്നുള്ള ആഗ്രഹമാണ്. പക്ഷെ അവിടെ പോകുമ്പോൾ അല്ല ആഗ്രഹമല്ല, നമ്മളെ സ്ഥിരം അങ്ങനെയൊക്കെ ആഗ്രഹമാണ്. പക്ഷെ ചെന്ന് നിന്ന് ഓർഡർ കൊടുക്കണം എന്തായിരിക്കും അറിയോ, നമ്മളേക്ക് ആൾക്കാരെ ഇത് വീട്ടിൽ കഴിച്ചൂടെ. പക്ഷെ അത് വേറൊരു സുഖമല്ലേ, വെളിയിൽ നിന്ന് കഴിക്കുമ്പോൾ ഒരു സുഖമാണ്. അപ്പോഴാണ് നമ്മളെ വീട്ടിലുണ്ടാക്കുന്നതിന്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ അറിയാം, രുചികൾ തിരിച്ചറിയുന്നത്. പിന്നെ ഇതൊക്കെ ഒരു എന്ത് പറയാൻ ഒരു രസം അല്ലേ. ഇങ്ങനെയൊക്കെ പോകുമ്പോഴേക്ക് ശരിക്കും ഇപ്പം മിസ്സാവുന്ന ആരെന്നറിയോ, നമ്മുടെ സുൽത്താനയും റിസ്വാനയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര വിഷമമാണ് കേട്ടോ. അവരെല്ലാവരും ഉള്ളപ്പോഴാണെങ്കിൽ നല്ല രസമാണ്. എപ്പോഴും എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങുമ്പം അതൊരു പ്രത്യേക വൈബ് തന്നെയാണ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ റിച്ചു ഒക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര കോമഡിയാണ്. എപ്പോഴും അവനിങ്ങനെ തമാശകൾ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കും. അപ്പം ഞാൻ ഇൻസാർക്കായി മാത്രം പോകുമ്പോൾ ഞാൻ എപ്പോഴും ആ പിള്ളേരെ ഓർക്കും കേട്ടോ. അങ്ങനെ ഇപ്പം നമ്മൾ YMRA സംസമിലാണ് വന്നത്. ഇപ്പം ഈ ഇൻസാർക്ക് പറയുന്നുണ്ടായിരുന്നു ഇവിടെ മാറ്റങ്ങളൊക്കെ വരുത്തിയെന്നെങ്കിൽ പിന്നെ അതൊക്കെ ഒന്ന് കണ്ടേച്ചൊക്കെ പോകാമെന്ന് കരുതിയിട്ടാണ് അങ്ങനെ ഇങ്ങോട്ടേക്കാക്കിയത്. പിന്നെ നമ്മൾക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയാലും മനസ്സറിഞ്ഞ് കഴിക്കാനും കഴിയുമല്ലോ. നമ്മളിവിടെ സ്ഥിരം വരുന്നതല്ലേ. അപ്പോൾ ഇവിടെ വന്നപ്പോഴേക്ക് ഭയങ്കര മാറ്റം കേട്ടോ. അപ്പോൾ ചോദിച്ചപ്പോഴാണ് പറയുന്നത് കഴിഞ്ഞ ദിവസം ഇവിടെ റിനോവേഷൻ നടത്തി ഇതേ മേളത്തെ ഫ്ലോറിൽ AC ആക്കി എല്ലാം ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു എന്ന് പറഞ്ഞു. ഇവിടെ ബൺ കഫേ ആയിരുന്നു കേട്ടോ മുൻപ്, അതിപ്പം തൊട്ടപ്പുറത്തെ ബിൽഡിങ്ങിലേക്ക് മാറ്റി. എന്തായാലും കൊള്ളാം കേട്ടോ, ഇത്ര പെട്ടെന്നാണ് ഇവരിതൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തത്. കാണുമ്പം നമ്മൾ ഈ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് അതിശയം തോന്നുവേ. വീട്ടിൽ കഴിക്കുന്ന പോലെ തന്നെ
വീട്ടിൽ കഴിക്കുന്ന പോലെ ആയതുകൊണ്ടാണ് ഇവിടെ വരുന്നത് കേട്ടോ. വീട്ടിൽ കിട്ടാത്തത് പോലെയാണ് നമ്മൾ ആസ്വദിച്ച് ദോശ കഴിക്കുന്നത് അല്ലേ. പിന്നെ എനിക്ക് ഇവിടുത്തെ ചായ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ. അപ്പം നല്ല അടിച്ച് നല്ല കടുപ്പത്തിലുള്ള ചായ കിട്ടും. അതും കൂടി കുടിച്ച് കഴിയുമ്പോൾ റാഹത്തായി എന്ന് തന്നെ പറയാം. അടിപൊളിയായിരുന്നു കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ പറഞ്ഞില്ലായിരുന്ന 1-2 ആവശ്യമുണ്ടെന്ന്. അപ്പം അതിനും ഒന്ന് ഇനിയിപ്പോൾ അങ്ങോട്ടേക്കൊന്ന് പോവുകയാണ്. അപ്പം ഇതുപോലെ നിസാർക്കായും ഇപ്പോൾ ഫ്രീ ആയിട്ടുള്ള ടൈം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള വീക്കെൻഡുകളിൽ തന്നെയാണ് കേട്ടോ. അല്ലാത്തപ്പോഴൊക്കെ നിസാർക്കായും ഭയങ്കര തിരക്കാണ്. അപ്പം കുറച്ച് നേരം എനിക്കായിട്ട് ഇന്നിപ്പോൾ എടുത്തു. ഇന്നൊരു സംഭവം നടന്നു. പറയുമ്പം ഒരു ചിരിയാണെങ്കിലും വേദനിച്ചതൊക്കെ എനിക്കാണ്. കാര്യം എന്താ പറയുക, ഇവര് ഫാബിമോളൊക്കെ പോകാൻ നിൽക്കുമ്പോഴേക്കും അവര് വരാന്തയിൽ വന്ന് നിൽക്കായിരുന്നു. അപ്പൊ ഞാൻ അവിടെ നിന്നിട്ട് ഇങ്ങനെ നടന്ന് ഡോറിനകത്തേക്ക് കയറാനായിട്ട് വരുന്നതും പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. ഞാൻ 2 മുട്ട് ഇടിച്ച് തറയിൽ കിടക്കണതാണ് അടുത്ത സീനെന്ന് പറയുന്നത്. വെള്ളം ഇന്നലെ ചെടിക്ക് വെള്ളം ഒഴിച്ചില്ലേ, ഫാബിമോള് രാത്രി വൈകുന്നേരം ആയപ്പോ ചെടിക്ക് വെള്ളം ഒഴിച്ച് ആ ചട്ടിന്ന് ഇങ്ങനെ വെള്ളം ലീക്കായിട്ട് ആ ടൈലിൽ കിടന്നു. അപ്പൊ ഇന്നലെ സനമോള് രാത്രി വീണപ്പോഴേക്ക് അത് തുടച്ച് പക്ഷെ അതിന്ന് വീണ്ടും ഇങ്ങനെ ലീക്കായിട്ട് വന്നു. അപ്പൊ ആ വെള്ളം തറയെ കിടക്കുകയായിരുന്നു. അതിലാണ് ഇങ്ങനെ നമ്മൾ വിചാരിച്ചിരിക്കാതെ ഇങ്ങനെ തലകുത്തി വീഴും എന്ന് പറയത്തില്ലേ, അതുപോലെ 2 മുട്ടും എന്റെ ഈ വെയിറ്റിന് വീഴുക എന്ന് പറഞ്ഞാൽ ഈ കാര്യം കേൾക്കുമ്പോ എനിക്ക് തോന്നുന്നറിയോ, ഈ പണ്ടൊക്കെ മരുമക്കള് പോകുമ്പോഴേ അമ്മായിയമ്മ വീണ് മുട്ട് തറബീറ്റാന്നൊക്കെ പഴയ സിനിമയിലൊക്കെ എപ്പോഴും ഉണ്ടല്ലേ, മരുമോളും മോനും കൂടെ പുറത്തേക്ക് പോണ സമയമാകുമ്പോഴേക്കും അമ്മായിയമ്മ ഒന്നി എനിക്ക് കാല് വേദന, എനിക്ക് കാല് തടവിത്ത നമ്പറായിരുന്നു. എന്തായാലും അത്തരം ഒരു അമ്മായിയമ്മ അല്ല ഞാന്. കാരണം അവരെ പുറത്ത് പോകാനാണ് ഞാൻ പറയണത്. അവര് പുറത്ത് പോവാതിരിക്കുന്നതിനാണ് ഞാൻ വഴക്ക് പറയണത്. നമ്മളെ കൊണ്ടുപോകണത് അവനുമായിട്ട് പോണേക്കാട്ടി കൂടുതൽ ഇഷ്ടം നമ്മുടെ കൂടെ വരാനാണ്. കാരണം അവളുടെ ഇഷ്ടങ്ങളിലൊക്കെ നമ്മള് ഒന്നും എതിർപ്പ് പറയില്ല, തടസ്സം പറയത്തില്ല. അവള് പറയാതെ തന്നെ പല കാര്യങ്ങളും അവൾക്ക് നടത്തി കൊടുക്കും. അപ്പൊ അതുകൊണ്ട് അവൾക്ക് നമ്മുടെ കൂടെ വരാനാണ് ഇഷ്ടം. അപ്പൊ എന്നും വിളിച്ചേട്ടാ നമ്മളെ പോവാനായിട്ട്. അപ്പൊ നമ്മള് പറഞ്ഞ് സാർക്ക് പറഞ്ഞു ഇന്ന് നിങ്ങൾ പോ, നമ്മള് വേറെ പോ. പിന്നെ ഒരു കാര്യം, ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ അത്തരം അമ്മായിയമ്മമാര് ഉള്ളവരുണ്ടാവുമായിരിക്കാം. നമ്മൾ അതിനെ കുറിച്ച് ആധികാരികമായിട്ടൊന്നും പറയുന്നില്ല. അതെങ്ങനെ സംഭവിക്കുന്നത് എങ്ങനെയാണ് അവരങ്ങനെ ആ സുഖം അനുഭവിക്കാത്തവരാ അല്ല. ഞാൻ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമ്മളെ വീട്ടിൽ വരുന്ന കുട്ടികളും ആഗ്രഹിക്കുന്നവരായിരിക്കും എന്ന് നമുക്കൊരു ബോധം വേണം. അതായത് അവരും ഒറ്റയ്ക്ക് പോവാനും അവർക്ക് ഒറ്റയ്ക്ക് കറങ്ങണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ്. അപ്പൊ അവരെ നമ്മള് ആ ഒരു പ്രായം, അതൊക്കെ ആ ഒരു പ്രായത്തിലേ നടക്കത്തുള്ളൂ. അപ്പോഴേക്കും നമ്മൾ ഇതുപോലത്തെ മറ്റേ പഴയകാല അമ്മായിയമ്മമാരുടെ റോളും അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ മഹാ ബോറാണ്. ബോറല്ല, ഇപ്പൊ നിങ്ങളൊക്കെ ബുദ്ധിയുള്ള അമ്മായിയമ്മമാരാണ്. നിങ്ങൾ ചെയ്തില്ലെങ്കിൽ അവര് ചെയ്യും, അവരവരെ ഇഷ്ടത്തിന് പോകുന്നു. ഇതില് വേറൊരു വസ്തുത കൂടിയുണ്ട് കേട്ടാ. ഇതിപ്പോ ആമ്പിള്ളേരുടെ അമ്മമാരെ കുറിച്ചല്ലേ പറയണത്. അല്ലല്ല, ഇപ്പൊ കണ്ടുവരുന്നതേ ഈ പെമ്പിള്ളേരുടെ അമ്മമാരാണ് കുറച്ച് ഇതുപോലെയുള്ള കാര്യം. എനിക്കറിയാം, അവരനുഭവിക്കാത്ത സുഖം എന്റെ മോൾ അനുഭവിക്കണ്ട എന്ന് ചിന്തിക്കുന്നവര് ഉണ്ട് കേട്ടോ. ഇപ്പം മറ്റേ കുടുംബ ബന്ധം തകരുന്നതിലൊക്കെ പലതിലും പെണ്ണിന്റെ ഉമ്മമാരും അവരെ മാതാപിതാക്കളാണ് കൂടുതലെന്നാണ് ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ, പള്ളിയിലൊരു സംസാരം വന്നപ്പം കുത്തുബയ്ക്ക് പറഞ്ഞൊരു സംസാരം അതായിരുന്നു. അതാരും അറിയാതെ പോകുന്നു, പലരും ആ സത്യങ്ങൾ അറിയാതെ പോകുന്നതാണ്. ചെറുക്കന്റെ ഉമ്മമാരെ ഫോക്കസ് ചെയ്യും. പക്ഷെ ആ ഫോക്കസ് തിരിച്ചും അവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഉത്തരം കിട്ടും. ആ ചോദ്യം അവർ തന്നെ ഇട്ട് കൊടുക്കുക, അവര് പറയട്ടെ ശരിയാ തെറ്റാന്നുള്ളത്, അനുഭവസ്ഥര് പറയട്ടെ. അതെ. നമ്മുടെ വീട് പെയിന്റ് അടിക്കാറായി കേട്ടാ. അവരെത്തി. അവര് എത്തി, കാറ് കിടക്കുന്നത് ഇല്ലേ. നമ്മുടെ വീട് പെയിന്റ് അടിക്കാറായില്ലേ.
നിങ്ങൾ ഓർക്കുന്നുണ്ടോ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഒരു 5 മിനിറ്റ് സമയം തരണമെന്ന്, എനിക്ക് കുറച്ച് എൻ്റെ മനസ്സിലുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട്. ഞാൻ പറയുന്നത് ചിലപ്പം ശരിയുള്ളതാവാം, ചിലപ്പം നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റാത്തതായിരിക്കും. പറയുന്നത് വേറൊന്നുമില്ല. ഇന്ന് പറയാൻ പോണ സബ്ജക്റ്റ് നമ്മളെ മലയാളികളുടെ ഒരു സംസ്കാരം, അതിനെപ്പറ്റിയാണ്. സംസ്കാരം എന്നിപ്പോൾ ഞാൻ ഉൾപ്പെടെയാണ്, ഞാനിപ്പം എന്നെ മാറ്റി നിർത്തിയല്ല പറയുന്നത്, ഞാൻ ഉൾപ്പെടെയുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയാണ്. നമ്മൾ മക്കളുടെ ഇപ്പോഴത്തെ ജീവിത രീതിയെപ്പറ്റി ഞാൻ ഇങ്ങനെ ചിന്തിച്ചു പോയി. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്നല്ലേ ഇതെല്ലാം ചിന്തിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു പണ്ടുള്ള ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടും കേട്ടും ചെയ്യുന്നവരാണ്. ഇപ്പോഴത്തെ കുട്ടികളെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ അത് ചെയ്യും, അല്ലെങ്കിൽ അവരായിട്ട് ഒരു ഇനിഷ്യേറ്റ് ചെയ്ത് ഒരു കാര്യവും ചെയ്യാറില്ല. ഞാൻ പറയുന്നത് ശരി, അല്ലെങ്കിൽ ഓരോ ഘട്ടത്തിലും നിങ്ങൾക്ക് അതിനെ വിയോജിക്കാം. ഇപ്പം ഞാൻ അടുത്ത കാലത്ത് ചിന്തിച്ചതാണ്, നമ്മളിപ്പം വീട്ടിലെന്തെങ്കിലും ചെറിയൊരു പണിയുണ്ട്, അല്ലെങ്കിൽ വണ്ടി ഇങ്ങനെ പൊടിയടിച്ച് കിടക്കുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവർ വന്ന് പാപ്പ ഞാനത് ചെയ്യട്ടെ എന്ന് അവർ ചോദിക്കില്ല. നമ്മൾ പറഞ്ഞാൽ ചെയ്യും, തീർച്ചയായിട്ടും ചെയ്യാതിരിക്കത്തില്ല. അത് നമ്മൾ നാട് വിട്ടാൽ, പണ്ട് എല്ലാവരും പറയും ഗൾഫിലുള്ള ആൾക്കാരാണ്, ഗൾഫിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ നാട്ടിൽ ചെയ്യാത്ത ജോലിയും ചെയ്യും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ദുരിതം കൊണ്ട്, നമ്മളെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് നമ്മൾ ചെയ്തു പോകണതാണ്. പക്ഷേ അതിനേക്കാളും ഒരു ശോചനീയമായ ഒരു അവസ്ഥ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം മക്കളെല്ലാവരും ഇപ്പോൾ ട്രെൻഡെന്ന് പറഞ്ഞാൽ വിദേശത്ത് പഠിപ്പിക്കാൻ വിടില്ല. വിദേശത്ത് പഠിപ്പിക്കാൻ വിടുമ്പോൾ അവർ ആദ്യം ചോദിക്കുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഏജൻറ്റ് പറയുന്ന ഒരു സംഭവമാണ്, മോൻ അവിടെ പഠിക്കാൻ പോയാൽ ജോലിയും ചെയ്യാം. അവർക്ക് ഒരു ആഴ്ചയിൽ 16 മണിക്കൂർ അല്ലെങ്കിൽ 20 മണിക്കൂർ പണിയാനുള്ള ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പൈസ ഏൺ ചെയ്യാം, അതുപോലെ നമുക്ക് അവിടെ പഠിക്കുകയും ചെയ്യാം എന്നുള്ളതാണ്. ആ പോകുന്ന കുട്ടികൾ, നിങ്ങൾ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ, മോനെ അല്ലെങ്കിൽ മോളെ നിങ്ങൾ അവിടെ പോയി എന്താണ് ജോലി ചെയ്യുന്നത്? ആരും ചോദിക്കാറില്ല. ഇവിടത്തെയും കാട്ടിയും ബുദ്ധിമുട്ടുള്ള ജോലികളാണ് അവർ ചെയ്യുന്നത്. ചിലർക്ക് നല്ല ജോലി കിട്ടും, ചിലർ റെസ്റ്റോറൻറ്റിൽ സെർവ് ചെയ്യാൻ പോകും, ചിലർ വീട് ക്ലീൻ ചെയ്യാൻ പോകും, ചിലർ വർക്ക്ഷോപ്പിൽ അസിസ്റ്റ് ചെയ്യാൻ പോകും, ചിലത് പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ നിൽക്കും. ഈ ജോലികളൊക്കെ നമ്മൾ എന്തുകൊണ്ട് കുട്ടികൾ നാട്ടിൽ നിൽക്കുമ്പം തന്നെ അവർക്ക് ചെയ്യാമല്ലോ. ഇപ്പം നമ്മളെല്ലാ സംസ്കാരവും, പുറത്തുള്ള സംസ്കാരങ്ങൾ, പാശ്ചാത്യ സംസ്കാരങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നു. ഡ്രസ്സിലായാലും ആഹാര രീതിയിലായാലും എന്തുകൊണ്ട് ആ ഒരു വർക്ക് കൾച്ചറിലും അത് എന്തുകൊണ്ട് അനുകരിക്കുന്നില്ല? ഇവിടെ തന്നെ നമ്മൾ രാവിലെ ജോലിക്ക് പഠിത്തം പോയി വൈകുന്നേരം വന്നിട്ട് ആ ഒരു 2 മണിക്കൂർ ദിവസം ഒരു ഷോപ്പിൽ പോയി നിൽക്കുക, അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിൽ പോവുക, അല്ലെങ്കിൽ ഒന്നും വേണ്ട, വീട്ടിലെ ജോലികൾ കണ്ടും കേട്ടും 2 മണിക്കൂർ ചെയ്തു നോക്കാത്തത് എന്തുകൊണ്ടത് പറ്റുന്നില്ല? അപ്പോൾ ആ സംസ്കാരമാണ് മാറേണ്ടത്. നമുക്ക് പിന്നെ വേറൊരു വൃത്തികെട്ട സ്വഭാവം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഇങ്ങനെ മനസ്സുള്ള കുട്ടികളുണ്ടാവും, അല്ലെങ്കിൽ മനസ്സുള്ള മാതാപിതാക്കളുണ്ടാവും. പക്ഷേ അവർ ചെയ്യുമ്പോൾ മറ്റുള്ളവർ നോക്കുന്ന രീതി വേറെയാണ്. ആ കൾച്ചർ മാറണം. നമ്മളിപ്പം വീട്ടിലൊരു വണ്ടി കഴുകുന്നു, അപ്പോൾ അവർ മനസ്സിൽ കാണുന്നത്, അപ്പുറത്തെ വീട്ടുകാർ നോക്കിയിട്ട് എന്ത് പറയും, അവന് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി കഴിയാൽ പോരെ, അല്ലെങ്കിൽ നമ്മളവിടെ ഗേറ്റ് എന്തെങ്കിലും ക്ലീൻ ചെയ്യുന്നു, അല്ലെങ്കിൽ അത് ചെയ്യുമ്പോൾ ഒരു പണിക്കാരെ വിളിച്ച് ചെയ്യിപ്പിക്കുന്നതിന് അയാൾ പിശുക്കൻ. ആ ഒരു സംസ്കാരവും മാറണം. ഞാൻ പറയുന്നത് ശരിയല്ലേ? അപ്പോൾ എന്തായാലും ഇന്നത്തെ എൻ്റെ 5 മിനിറ്റ് സമയം കഴിഞ്ഞു. ഇത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയിട്ട് നിങ്ങൾ അതിന് വ്യക്തമായിട്ടുള്ളൊരു മറുപടി തരിക.